ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേ ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ മഴയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുടി പുതച്ച് ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടിട്ട് എത്ര നേരം വേണമെങ്കിൽ കിടന്നുറങ്ങാമെന്നൊക്കെ ആലോചിക്കും. പക്ഷേ മഴ ഉണ്ട്, കറണ്ടും ഇല്ലെങ്കിൽ പിന്നെ കിടക്കാൻ സുഖം തോന്നില്ല. എന്തായാലും എൻ്റെ വന്നപ്പോൾ ഒരു 8 മണി 8:30 ആയി. ഞായറാഴ്ചയാണല്ലോ, പയ്യെ തുടങ്ങാൻ ഓരോ കാര്യങ്ങളെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ വന്നപ്പോഴേക്കും അമ്മ മീൻകറിയും വെച്ചും മീൻ വറക്കാനും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും പരിപാടികൾ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലൈറ്റാക്കി ഒരു പഴം വേവിച്ചത് മുട്ടയും കൂടിയാണ് കഴിച്ചത്, ചായയും കൂടെ കുടിച്ചു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കുറേ അധികം പ്ലാൻസ് ഉണ്ട്. അതായത് വീട്ടിലെ കാര്യങ്ങൾ തന്നെ കേട്ടോ. അടിച്ച് വാരുക, തുടയ്ക്കുക, തുണി കഴുകുക, തുണി മടക്കാൻ ഒരു ലോഡ് കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു, ഒരു മൂഡ് വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഞങ്ങൾക്ക് ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് കുറച്ച് ലൈറ്റും ഫാനും ഒക്കെ അതിൽ ഓടും. പക്ഷേ ഫാൻ മാക്സിമം ഇടാറില്ല. ലൈറ്റ്സ് എന്തെങ്കിലും ആവശ്യത്തിന് ബാത്റൂമിലെയോ അവിടെ ഇവിടെയൊക്കെ ഇടാറുള്ളൂ. കാരണം എപ്പോൾ കറണ്ട് വരുമെന്ന് അറിയാത്തതുകൊണ്ട് തലേ ദിവസം രാത്രി പോയതാണ് കറണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ തമ്പിട്ട് നിൽക്കുമായിരുന്നു. ഉച്ചവരെ എങ്ങനെയൊക്കെയോ ഓടിച്ചു. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ വെള്ളം മാറ്റിയിട്ടൊക്കെ കുറച്ച് ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി. പക്ഷേ അതൊരു വളരണില്ല കേട്ടോ. താഴേക്ക് റൂട്ട്സ് കുറേ വരുന്നുണ്ട്, പക്ഷേ ലീവ്സ് അങ്ങ് സെറ്റ് ആവണം. ഞാൻ വയ്ക്കുന്നതിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. പണ്ട് തൊല്ലൊരെണ്ണം ആദ്യം വെച്ചപ്പോൾ നല്ലപോലെ സെറ്റായി വന്നതാണ്. പിന്നെ എന്താണെന്നറിയില്ല, അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നല്ല മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ മോള് കുറേ ദിവസം കൊണ്ട് ചോദിക്കുന്നുണ്ട് മഴ നനയട്ടാ മഴ നനയട്ടേന്ന്. എനിക്ക് അവൾ അങ്ങനെ വിടണമെന്നുണ്ടായിരുന്നു. പക്ഷേ തള്ളവയെ അടിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, സ്കൂൾ തുറക്കാറായില്ല. ഇനി പെട്ടെന്ന് മഴ നനഞ്ഞൊന്നും വരുത്തി വെക്കണമെന്ന് വെച്ചിട്ട് ഞാൻ റെയിൻകോട്ട് ഇട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അവളും കൂടെ കുറച്ച് നേരം പോയി അവിടെ നിന്ന് കളിച്ചു കേട്ടോ. എനിക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ തലയിൽ ഒന്നും ഇടാണ്ട് ഫുൾ നനയണം എന്നുള്ളത്. പിന്നെ റിസ്ക് ഫാക്ടർ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ വിട്ടതാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ലഞ്ചും കഴിച്ചു കേട്ടോ. അപ്പോഴും കറണ്ട് വരാത്തതാണ് ഞാൻ പിന്നെ പയ്യെ ക്ലീൻ പരിപാടിയൊക്കെ തുടങ്ങി. കാരണം ഇനി ലേറ്റ് ആയാൽ ശരിയാവില്ല, ഒരു പണിയും നടക്കൂല. പിറ്റേ ദിവസം നമുക്ക് ജോലിക്കും കയറണ്ടല്ലേ. അപ്പം അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് തുടങ്ങിയതാട്ടോ ഓരോ വശം. അപ്പോൾ കുട്ടി ക്ലീനറും കൂടെ വന്നിട്ടുണ്ട്. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും നടക്കൂല, എന്നെ കൊണ്ട് ഒച്ചടിപ്പിക്കലേ നടക്കുകയുള്ളൂ. എന്തായാലും ഓരോന്നായിട്ട് ഞാൻ ഒതുക്കി വന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ സൈഡ് എത്തണ വരെ ഫുള്ളാവണ വരെ ഒരു സുഖം ഉണ്ടാവില്ല എന്ന്. അപ്പം ഞാൻ അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ആലോചിച്ചത് ഫാനില്ല, ഇടാൻ പറ്റില്ല. കാരണം മഴയായതുകൊണ്ട് തന്നെ ഈ വീർപ്പ് അങ്ങനെ നിൽക്കും. എന്തിനാണോ തുടച്ചതെന്ന് ആലോചിച്ച് പോയി. പിന്നെ ഞാൻ എന്തായാലും അവിടെ തുടയ്ക്കാം. കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് പെൻഡിങ് ആവും. പിന്നെ അടുത്ത ആഴ്ചത്തേക്കേ പറ്റത്തുള്ളൂ. അപ്പം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതാ വീണ്ടും നല്ല മഴക്കാറ് വരുന്നുണ്ട്. എന്നാൽ പിന്നെ പോയി കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇല്ലെങ്കിൽ കുളിയും നടക്കൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പം കുറച്ച് അടുക്കളയിൽ കുറച്ച് പരിപാടിയുണ്ട്. കാരണം സ്കൂൾ തുറക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കപ്പലിയൊക്കെ വറുത്ത് വെക്കും. പിന്നെ മഖാന ഉണ്ടാക്കി വെക്കും. കാരണം ഈ സ്കൂൾ വിട്ട് വരുന്ന വ്യക്തിക്ക് നമ്മൾ ലാനെ തിന്നാനുള്ള വിശപ്പായിട്ടായിരിക്കും വരണത്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാവും, ഉച്ചത്തേക്ക് കൊടുത്തു വിടാൻ ഇവർ കഴിക്കാൻ പാകത്തിന് എന്തെങ്കിലും മറ്റേ കനത്തിൽ കിടക്കുന്ന പോലെയും കൊടുത്തു വിടണം. വൈകുന്നേരം വരുമ്പോൾ ചോറ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കണം. അതുപോലെ തന്നെ രാത്രി ഉണ്ട്. അപ്പോൾ 4 നേരത്തെ ഫുഡ് നല്ല കനത്തിൽ വേണം. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കൂടുതലും ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. ചിപ്സും കാര്യങ്ങളൊക്കെ അത് ഇവിടെ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് തുടങ്ങിയ ഒരു ശീലമാണത്. കാരണം അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമായിരുന്നു, ഒന്നില്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം എന്താണോ അത്, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഞാനതങ്ങനെ, ഇപ്പോൾ സ്കൂൾ മാറിയപ്പോൾ ഞാനത് തന്നെ പിന്തുടരുന്നത്. ഞാൻ അങ്ങനെ അധികം ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊന്നും സ്കൂളിലേക്ക് കൊടുത്തു വിടാറില്ല. വല്ലപ്പോഴും വീട്ടിൽ വാങ്ങിക്കുക എപ്പോഴെങ്കിലും കഴിക്കും, അല്ലാണ്ട് അങ്ങനെ സ്കൂളിലേക്ക് കൊടുത്തു വിടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ റോസ്മേരി വാട്ടർ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടാൽ എനിക്ക് മുടി കുറച്ച് കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ മാസത്തിൽ മതിയാവും, ചിലപ്പോൾ 2-3 ആഴ്ച വരെ നിൽക്കും. അത് ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും, ചിലപ്പോൾ ഞാൻ മറന്നു പോകും. അപ്പോൾ അതിങ്ങനെ സോക്ക് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ വറ്റിച്ചെടുക്കും കുറച്ച്, ഒരു ബോട്ടിലാവുന്നവരെ. എൻ്റെ ഒരു ബോട്ടിലിൻ്റെ കണക്കിന് അങ്ങനെ ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ മക്കാന ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ മക്കാന വെറുതെ റോ ആയിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല, വെറുതെ കഴിക്കുകയില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ റീലൊക്കെ കണ്ടപ്പം അതിൽ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് ചുമ്മാ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ട് തുടങ്ങി. ഇപ്പം ഞാൻ ചെയ്യുന്നത് ശർക്കര പാനിയാക്കിയിട്ട് ഒരു നൂൽ പരിവാക്കിയിട്ട് അതിലേക്ക് മക്കാന ഇട്ട് കോട്ട് ചെയ്തെടുക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാരമൽ പോപ്കോൺ കഴിക്കുന്ന പോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എള്ളും കൂടി ഇടും. അപ്പോൾ ഇങ്ങനെ മോക്കും ഇഷ്ടമാണ്, മധുരം ഉള്ളതുകൊണ്ട് അവൾ കഴിക്കുകയും ചെയ്യും. ഹെൽത്തി സ്നാക്കാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഇതായിട്ടൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സംഭവം ഇതായിരിക്കും. കാരണം നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ മതി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ബാക്കി വന്ന ശർക്കരയിൽ ഞാൻ കുറച്ച് വെള്ള എള്ളുണ്ടായിരുന്നു, അതും കുറച്ച് തേങ്ങ കൂടിയിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി അതും സെറ്റാക്കി. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ടെറസിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വന്നു, അടുത്ത മഴ വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാവേ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.